Meet the editors. രാജിയിൽ ഒതുങ്ങുമോ എന്നാണ് ചോദ്യം. ജിബി, ഇന്ന് കേരളം ഒരർത്ഥത്തിൽ നാണം കെട്ട ദിവസമാണെന്നാണ് നമ്മൾ പറയുക. കാരണം നമ്മൾക്ക് തന്നെ പലപ്പോഴും ഈ ചാറ്റുകൾ എടുത്ത് പ്രദർശിപ്പിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു. അത് രണ്ട് വ്യക്തികളുടെ സ്വകാര്യ സംഭാഷണമാണ് എന്നറിയുമ്പോഴും അധികാര സ്ഥാനത്തിരുന്നു കൊണ്ട് ഒരാൾ ഇതേപോലൊരു വേട്ടക്കാരൻ്റെ സ്വഭാവത്തോടു കൂടി ഇത് ചെയ്തുവെന്നും പല കൺസെൻറ്റുകളും മാനിപ്പുലേറ്റഡ് ആയിരുന്നുവെന്നും അവർ തന്നെ പറയുന്ന സാഹചര്യത്തിലാണ് നമുക്കിത് പുറത്തുവിടേണ്ടി വന്നത്. ഔദ്യോഗിക പരാതി ഇല്ലെങ്കിൽ പോലും പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ, ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളടക്കം ഗൗരവമേറിയ വിഷയങ്ങളാണ്. ഇതിപ്പോൾ ഒരു രാജിയിൽ, യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തുള്ള രാജിയിൽ ഈ വിഷയം ഒതുങ്ങുമോ? ഇന്നലെ വന്ന ഊഹത്തിൽ മാത്രമുള്ള ഒരു പെൺകുട്ടിയുടെ ബൈറ്റോ, ഇന്ന് വന്ന ടെലിഫോൺ സംഭാഷണമോ, അത് കഴിഞ്ഞ് വന്ന ചാറ്റോ അല്ല എന്നെ ഞെട്ടിക്കുന്നത്. ഇന്ന് നമ്മുടെ ചർച്ചയിൽ ഒരു പെൺകുട്ടി വന്നിരുന്ന് പറഞ്ഞ വാചകം അത് സത്യമാണെങ്കിൽ ശരിക്കും കേരളം ഞെട്ടണം. ലജ്ജിക്കുക എന്നൊക്കെ ഉള്ള വാക്ക് പിന്നെയാണ്. എനിക്ക് നിന്നെ ബലാത്സംഗം ചെയ്യുന്നത് പോലെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു എന്നാണ് പറയുന്നത്. അത് ഞാൻ അവിശ്വസിക്കുന്നില്ല. ഒരാൾ അങ്ങനെ പറയുന്നെങ്കിൽ എന്തൊരു മാനസികാവസ്ഥയായിരിക്കും എന്നുള്ളത് ഓർത്ത് നമ്മൾ ഞെട്ടണം. ഒരു ജനപ്രതിനിധിയെക്കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത്. നാളെ മന്ത്രിയൊക്കെ ആകേണ്ട ആളാണ്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഈ വിഷയം ഇവിടെ തീരാൻ പോവുകയാണെന്നുള്ളതാണ്. കാരണം കേരളത്തിൽ ഇതിലൊരു കൺസെൻസസ് ഉണ്ട്. ഇന്നേ വരെ കേരളത്തിൽ ഒരു MLA യും ഈ വിഷയത്തിൽ രാജിവെച്ചിട്ടില്ല. നമ്മുടെ മുമ്പിൽ എത്ര സംഭവങ്ങളുണ്ട്. 1964 PT ചാക്കോയിലാണ് രാജി തുടങ്ങുന്നത്. പീച്ചി യാത്രയിൽ കൂടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അന്നത് വലിയ വിഷയമാണ്. ഇന്ന് ചിലപ്പോൾ അത്രയും വലിയ വിഷയമാവില്ലായിരിക്കാം. ആ സ്ത്രീ ഉണ്ടെന്ന പേരിൽ അദ്ദേഹം രാജിവെക്കുന്നു. മന്ത്രിസ്ഥാനം കൊണ്ട് രാജിവെക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടി ഐസ്ക്രീം പാർലർ കേസ്, അദ്ദേഹം രാജിവെച്ചു. മന്ത്രിസ്ഥാനം, MLA സ്ഥാനമല്ല. അത് കഴിഞ്ഞ് നീർലോഹിദാസ് നാടാർ കൂടെ ജോലി ചെയ്യുന്ന, കൂടെ ഉണ്ടായിരുന്ന IAS ഉദ്യോഗസ്ഥയോട് മോശമായി പെരുമാറിയതിന് അപ്പോഴും പോയത് മന്ത്രിസ്ഥാനം. പിന്നെ PJ ജോസഫ്, KB ഗണേഷ് കുമാർ ഡൊമസ്റ്റിക് വയലൻസിൻ്റെ പേരിലാണ്. അത് കഴിഞ്ഞ് AK ശശീന്ദ്രൻ ഫോൺ സംഭാഷണം വിവാദമായത്. ഇതെല്ലാം നടക്കുമ്പോൾ ഇതെല്ലാം മന്ത്രിസ്ഥാനമാണ് രാജിവെക്കുന്നത്. അത് കഴിഞ്ഞ് MLA മാർക്ക് നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാവുന്ന 3 പേരുകളുണ്ട്. എൽദോസ് കുന്നപ്പള്ളി, അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് M വിൻസെൻ്റ്, അതുപോലെ തന്നെ കൊല്ലത്തു നിന്നുള്ള മുകേഷ്. ഈ 3 കേസുകളിലും ബലാത്സംഗമാണ് ആരോപണം. അപ്പോഴൊന്നും MLA സ്ഥാനം രാജിവെക്കണം എന്ന് ഒരു പേരിന് പറയുമെന്നല്ലാതെ ഗൗരവമായ ഒരു സാധനവും ഉണ്ടായിട്ടില്ല. എനിക്ക് ബലമായ സംശയമുണ്ട്, എന്താണ് ഒരു ആൾ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നത് കൂടി എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമോ? MLA സ്ഥാനം രാജിവെക്കണ്ട എന്നുള്ളതാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലുള്ള കൺസെൻസസ്. ഒരിക്കലും ഗൗരവമായി അങ്ങനെ ഒരു വിഷയം ഇവരാരും ഉന്നയിച്ചിട്ടില്ല. എന്താണെന്നറിയാമോ? മന്ത്രിസ്ഥാനമാണെങ്കിൽ എളുപ്പമാണ്, നഷ്ടമൊന്നുമില്ല. ഇത് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ സുഖമായി കയറാം. MLA സ്ഥാനമാണെങ്കിൽ കുറച്ച് പാടാ. MLA സ്ഥാനമാണെങ്കിൽ ആരോപണം രാജിവെച്ചാൽ വീണ്ടും പോയി ഇലക്ഷൻ നടത്തണം, കയറണം. കേരളത്തിൽ അങ്ങനെ ഒരു കൺസെൻസസ് ഉണ്ടായിരിക്കെ എങ്ങനെയാണ് CPMന് ധൈര്യമായിട്ട് പറയുക രാജിവെക്കണമെന്ന്? കാരണം മുകേഷ് രാജിവെക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ മുകേഷ് രാജിവെക്കണമെന്ന് കോൺഗ്രസ് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചാൽ അപ്പോൾ തിരിച്ചു ചോദിക്കും, M വിൻസെൻറ്റിൻ്റെ കാര്യത്തിലും എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിലും ഇല്ല രാജിവെക്കണ്ട എന്ന് കോൺഗ്രസ് നിലപാടെടുത്തില്ലേ? ചുരുക്കത്തിൽ തിരിച്ചു കിട്ടാൻ സാധ്യതയുള്ള സ്ഥാനങ്ങളാണെങ്കിൽ, വളരെ ഗുരുതരമായ സ്ത്രീകൾക്കെതിരായ അതിക്രമ ആരോപണങ്ങളാണെങ്കിൽ പോലും അത് വേണ്ട എന്നുള്ളതാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലുള്ള കൺസെൻസസ്. ഈ കൺസെൻസസ് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടി പദവി രാജിവെക്കുമ്പോൾ അതിൽ വലിയ കാര്യമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അത് അവിടെ അവസാനിക്കുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇനി അടുത്ത വിഷയം, രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കാൻ മന്ത്രിസ്ഥാനമില്ല, MLA സ്ഥാനമേ ഉള്ളൂ. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടി പദവിയാണ് രാജിവെച്ചത്. കേരളത്തിൽ ഇനിയിപ്പം നമുക്ക് അങ്ങനെ ഒരു ചർച്ച നോക്കാം. ഒരു ആരോപണം ഉണ്ടായാൽ നിങ്ങളുടെ പാർട്ടി പദവിയുണ്ട്, അപ്പോൾ പാർട്ടി പദവിയാണോ രാജിവെക്കേണ്ടത് അതോ ജനപ്രതിനിധിയാണോ പദവിയാണോ രാജിവെക്കേണ്ടത്? ഞാൻ വിചാരിക്കുന്നത് പാർട്ടി പദവി രാജിവെക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അത് പാർട്ടി താങ്ങിക്കോട്ടെ, നമ്മുടെ ഗതികേടല്ല. പക്ഷേ ഒരു ജനപ്രതിനിധി ഇങ്ങനെ ഒരു വലിയ കുറ്റം ചെയ്ത ആരോപണത്തിൽ നിൽക്കുമ്പോൾ അയാൾ ആ പദവിയാണ് രാജിവെക്കേണ്ടത്. പക്ഷേ ലാവ്ലിൻ കേസ് എടുത്ത് നോക്കുമ്പോൾ എന്താ CPM പറഞ്ഞത്? പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയാണ്. അപ്പോൾ പാർട്ടിയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് പിണറായി വിശ്വാസമാണ്. പിണറായിക്ക് ഒരു സർക്കാർ പദവി ഉണ്ടായിരുന്നെങ്കിൽ പിണറായി രാജിവെക്കണമായിരുന്നു. ഇതാണ് CPM പറഞ്ഞ കൺസെൻസസ്. പക്ഷേ അതല്ലല്ലോ. ഒരു രാഷ്ട്രീയ പാർട്ടി പിണറായി വിജയൻ CPM പറഞ്ഞതിനോടാണ് എനിക്ക് യോജിപ്പ്. ഒരു രാഷ്ട്രീയ പാർട്ടി നിങ്ങൾ ആരെ വേണം ചോദിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയുടെ യുവജന സംഘടനയുടെ പ്രസിഡൻ്റായിട്ടിരിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങളുടെ ഗതികേടാണ്, നിങ്ങൾ ചുമന്നോളൂ. പക്ഷേ MLA സ്ഥാനം എന്ന് പറയുന്നത് ഒരു ജനപ്രതിനിധിയെ ജനം താങ്ങേണ്ടതാണ്. ഇത്രയും ആരോപണങ്ങളുണ്ടെങ്കിൽ അയാൾ രാജിവെക്കണം. പക്ഷേ ഒന്നുകൂടി ആവർത്തിക്കട്ടെ, ഇവരാരും ഇങ്ങനെയൊന്നും ചെയ്തിട്ടുമില്ല. 2 ഉദാഹരണങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട്, പാർട്ടിക്കകത്തുള്ള കഥകളാകുമ്പോൾ 2 ഉദാഹരണങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. PK ശശി MLA പാലക്കാട്, അദ്ദേഹത്തിനൊരു നടപടി ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തെ പാർട്ടി പദവിയിൽ നിന്ന് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്ത് നിർത്തി. നമ്മളെല്ലാം പത്രത്തിൽ വായിച്ചതാണ്.
അതിനുശേഷം അടുത്ത തവണ അദ്ദേഹത്തിന് പദവി MLA സ്ഥാനത്തേക്ക് മത്സരിക്കാൻ കൊടുത്തില്ല. നമ്മൾ വിചാരിച്ചു തീർന്നെന്ന്. ഇന്ന് എവിടെയാ? KTDCയുടെ ചെയർമാനാണ്, CPMൻ്റെ നേതാവാണ്. അഴിമതി ആരോപണമല്ല, ഒരു സെക്ഷൽ ഹറാസ്മെൻറ്റ് പരാതിയായിരുന്നു എന്നാണ് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. അതെങ്ങനെ അവസാനിക്കുന്നു? ഇനിയോ കണ്ണൂരിലെ CPMൻ്റെ ജില്ലാ സെക്രട്ടറി P. ശശി 2011 CPMൽ നിന്ന് പുറത്തായതാണ്. മാധ്യമ വാർത്തകൾ പാർട്ടി എങ്ങനെ കൃത്യമായി ഇതിനെ വ്യാഖ്യാനിച്ചു നമുക്കറിയില്ല. ആദ്യം പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പോകുന്നു, അതിനുശേഷം സമ്മേളനം വരുമ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താകുന്നു. എന്താണ് പറഞ്ഞത്? അത് ഇതുപോലെയുള്ള പരാതികളുടെ പശ്ചാത്തലത്തിലാണെന്നാണ് അന്ന് എല്ലായിടത്തും വാർത്തകൾ വന്നത്. അതിനുശേഷം 2016 ഈ കേസിൽ P. ശശിക്കെതിരെയുള്ള കേസ് കോടതിയിൽ തീരുകയാണ്. P. ശശിയെ വെറുതെ വിടുകയാണ്. എന്തുകൊണ്ടാണ്? പാർട്ടി പരാതി കൊടുക്കുമ്പോൾ പാർട്ടിയിൽ പരാതി പറഞ്ഞയാൾ ഈ കേസിൽ സാക്ഷിയാകാണ്. പക്ഷേ പാർട്ടി ഈ വിഷയം സെറ്റിൽ ചെയ്തുകൊണ്ട് അവർ കോടതിയിൽ പോയില്ല. കേസ് അവിടെ അവസാനിച്ചു. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ഓഫീസ് നയിക്കുന്നത് P. ശശിയാണ്. നോക്കണേ, ഇങ്ങനെയാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നത് കൊണ്ട് ഇരട്ടത്താപ്പുകളും ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാരി സഹായിക്കാനുമുള്ള എല്ലാ സംവിധാനങ്ങളും ഉള്ളത്. ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ പറഞ്ഞോ P. ശശി പദവിയിൽ ഒന്നും ശരിയായില്ല എന്ന്? PK ശശി KTDCയുടെ ചെയർമാനായത് ശരിയായില്ല എന്ന്? പക്ഷേ CPM തന്നെ തെറ്റാണെന്ന് പറഞ്ഞ് നടപടിയെടുത്ത രണ്ടാളുകളാണ്. ഇനി ഇപ്പുറത്തേക്ക് വന്നാൽ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ എൽദോസ് കുന്നപ്പള്ളി ജയിലിൽ പോയി. അതുപോലെ തന്നെ M. വിൻസെൻ്റ് ജയിലിൽ പോയി. M. മുകേഷിനെതിരെ ഒരു സ്ത്രീ ഗൗരവമായ ആരോപണം ഉന്നയിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടി. വളരെ ഗുരുതരമായ ആരോപണമാണ്. പക്ഷേ അതൊന്നും വേണ്ട. ഈ പെണ്ണ് കേസ് അങ്ങനെ തന്നെ പറയണം. പെണ്ണ് കേസ് നമ്മൾ തൊടില്ല എന്നാണ് നിങ്ങൾ രാഷ്ട്രീയക്കാരോട് സ്വകാര്യമായി സംസാരിച്ചാൽ പറയുക. രാഷ്ട്രീയ പാർട്ടികളുടെ തന്നെ അലിഖിതമായ നിയമം, പെണ്ണ് കേസ് നമ്മൾ പിടിക്കാൻ പോകരുത്, അത് നാറും എന്നാണ്. ഇത് എൻ്റെ വ്യക്തിപരമായ അനുഭവമാണ്. രാഷ്ട്രീയ പാർട്ടി നേതാക്കളോട് വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ ഇവരൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്. ഇത്തരം വിഷയങ്ങളോട് ഇവർക്കൊക്കെ ഇത്രയേ നിലപാടുള്ളൂ, ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇന്നലെ ഒരു പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ ആരോപണം ഉന്നയിച്ചു തുടങ്ങുമ്പോൾ എന്താ പറഞ്ഞത്? സരിത 2. ഇത്രയേ ഉള്ളൂ. രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഒരു സ്ത്രീ ഒരു പരാതി പറഞ്ഞാൽ അവർക്ക് അത്രയേ ഉള്ളൂ. ആ പരാതി ഇന്ന് പറയും, നാളെ എല്ലാവരും മറക്കും, പിറ്റേ ദിവസം അവർക്ക് പുതിയ സ്ഥാനങ്ങൾ കിട്ടും. അതിൽ CPIMന് ഒരു കുഴപ്പവുമില്ല, കോൺഗ്രസിനും ഒരു കുഴപ്പവുമില്ല. അതുകൊണ്ട് ഒരു ആരോപണവും ഒരു ദിവസത്തിന് 2 ദിവസത്തിനപ്പുറം മുന്നോട്ട് പോകില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയി തുടരും. P. ശശി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ഓഫീസിൻ്റെ തലവനായിരിക്കും. PK ശശി KTDCയുടെ ചെയർമാനായിരിക്കും. എൽദോസ് കുന്നപ്പള്ളി, അതുപോലെ തന്നെ മുകേഷ്, അതുപോലെ തന്നെ M. വിൻസെൻ്റ് MLA തുടരും. ഇതാണ് സുഹൃത്തുക്കളെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ആഗ്രഹവും താല്പര്യവും. അതനുസരിച്ച് നടക്കൂ. എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള തിരിച്ചു കിട്ടാൻ സാധ്യതയുള്ള സീറ്റാണെങ്കിൽ ചിലപ്പോൾ ഒഴിഞ്ഞെന്ന് വരും, തിരിച്ചു വരാമല്ലോ. പക്ഷേ MLA പദവി നടക്കില്ല. അതാണ് ചോദ്യം. ആന്റോ അഗസ്റ്റിൻ, അങ്ങനെയാണ് നിലവിൽ നിൽക്കുന്നത്. അതിനുള്ള വിശദീകരണമായിട്ട് നേരത്തെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസ് സഹയാത്രികനടക്കം പറയുന്നത് അങ്ങനെയൊരു ഫോർമുല നേരത്തെയുണ്ട്. മുകേഷിൻ്റെ കാര്യത്തിൽ ബാധകമായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലും ബാധകമാണ്. നേരത്തെ എൽദോസ് കുന്നപ്പള്ളിക്ക് ബാധകമാണ്. നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ MLA സ്ഥാനം രാജിവെച്ച് വന്നാൽ പിന്നീട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ കഴിയില്ല. അത് ലോജിക്കലായ ആർഗ്യുമെൻറ്റുമല്ല എന്നാണ് വിശദീകരിക്കുന്നത്. പക്ഷേ രാഹുലിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ അതികഠിനമാണ്. നേരത്തെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളെക്കാൾ ഗൗരവ സ്വഭാവത്തിലുള്ളതാണ്. പക്ഷേ എന്നിട്ടും VD സതീശൻ അടക്കമുള്ളവർ കോൺഗ്രസിൻ്റെ നേതൃത്വം 30 മണിക്കൂറിനുള്ളിൽ തീരുമാനമെടുത്തു എന്ന് അഭിമാനിക്കുകയാണിപ്പോഴും. MLA സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഞങ്ങൾ അനൗൺസ്മെൻറ്റ് വന്ന് മണിക്കൂറുകൾക്കകം MLA തീരുമാനിച്ച പാർട്ടിയാണ് കോൺഗ്രസ്, അല്ലേ? പാലക്കാട് മണിക്കൂറുകൾക്കകം, ഏറ്റവും ആദ്യം മണിക്കൂറുകൾക്കകം MLA തീരുമാനിച്ചു എന്നാണ് പറഞ്ഞത്. കേരളത്തിലെ ഒരു MLA-ക്കെതിരെ, ഒരു യുവ MLA-ക്കെതിരെ ഒരു സ്ത്രീ പരസ്യമായി പറഞ്ഞിട്ട് 24 മണിക്കൂർ കഴിയാൻ പോവുകയാണ്. ഒന്നാമത്തെ കാര്യം. അത് കഴിഞ്ഞ് അതിൽ തീർന്നോ? രണ്ടാമത്തെ വെളിപ്പെടുത്തൽ വന്നിട്ട് ഏകദേശം 12 മണിക്കൂർ കഴിയാൻ പോവുകയാണ്. മൂന്നാമത്തെ വെളിപ്പെടുത്തൽ വന്നിട്ട് ഏകദേശം 2 മണിക്കൂർ കഴിയാൻ പോവുകയാണ്. എന്ത് നടപടി MLA-ക്കെതിരെ സ്വീകരിച്ചേ? ഞാൻ ജിമ്മി സാർ പറഞ്ഞ കാര്യത്തിനോടെയാണ് നിൽക്കുന്നത്. പാർട്ടി പദവി എന്ന് പറയുന്നത് അവർക്ക് എന്ത് തീരുമാനിക്കാം. അവർക്ക് പീഡകനെയാണ് പ്രസിഡൻ്റ് ആക്കണേ ആക്കിക്കോളൂ, നിങ്ങൾ പീഡകനെയാണ് സെക്രട്ടറി ആക്കണേ ആക്കിക്കോളൂ. കേരളത്തിലെ അമ്മമാർക്കും പെങ്ങന്മാർക്കും പെൺകുട്ടികൾക്ക് റോഡിൽ കൂടി ഇറങ്ങി നടക്കാൻ MLA പേടിക്കണമെന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കള്ളനെ പേടിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോവിന്ദചാമിനെ പേടിക്കാം, ആരെ വേണമെങ്കിലും പേടിക്കാം. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത MLA പേടിക്കേണ്ട അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമാണ്. കേരളത്തിലെ ഒരു MLA എന്ന് പറയുന്നത് ബൈ ഇലക്ഷനാണെന്ന് ഓർക്കണം. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ സംഭവമല്ല. ഇത് ഈ പാലക്കാട് ഇലക്ഷൻ്റെ സമയത്തും കേൾക്കുന്നുണ്ട്. ആരും എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നറിയോ? പറയാത്തതിന് കാരണം ഇത് പറഞ്ഞാൽ ഈ MLA തോൽപ്പിക്കാൻ ഇറങ്ങിയ കെട്ടുകഥയാന്ന് പറഞ്ഞേനെ, അല്ലേ? ഇത് അന്നും ഇന്നൊന്നും ചർച്ച ചെയ്യാൻ തുടങ്ങിയതല്ല. ഈ പാർട്ടി ഫോറങ്ങളിൽ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 4 മാസത്തിന് മേലെയായി.
പക്ഷേ ആരും പറയുന്നില്ല, തെളിവ് പറയുന്നില്ല. ഈ പാർട്ടി ഫോറങ്ങളിലാണ് പറയുന്നത് ചർച്ച ചെയ്യുന്ന 4 മാസത്തിന് മേലെയായി. പൊതുജനം ചർച്ച ചെയ്യാൻ തുടങ്ങി 2 മാസമായി. മനസ്സിലായില്ലേ? കേരളത്തിലെ ഓൺലൈൻ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് 1 മാസമായി. ഇത് പാർട്ടി അറിഞ്ഞില്ലേ? ഈ ഓൺലൈൻ മാധ്യമങ്ങൾ ചർച്ച ചെയ്ത സമയത്ത് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടാണ് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവൊക്കെ പോയത്. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഏത് വാർത്ത? ചോദിച്ചതാണ് പ്രതിപക്ഷ നേതാവിനോട് പോയിട്ട്, ചോദിച്ചതാണ് KPCC പ്രസിഡന്റിനോട് പോയിട്ട്, ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞു ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഏത് വാർത്ത? അങ്ങനെ മുഖമില്ലാത്ത ആൾക്കാർ പലതും പറയും. പ്രസിഡന്റായപ്പോൾ പറഞ്ഞില്ലേ? ചോദിച്ചാൽ പ്രസിഡന്റായപ്പോൾ പറഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞതാണ്. ഇപ്പം എന്ത് സംഭവിച്ചു? ഇപ്പം മുഖമുള്ളവരും ഇല്ലാത്തവരൊക്കെ ഒന്ന് പറയുന്നില്ലേ? വ്യക്തമായിട്ട് വന്ന് പറയുകയാണ്. നിന്നെ പീഡിപ്പിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുന്ന MLA ആണ് കേരളത്തിലുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ലോകത്ത് ആരെങ്കിലും പറയുമോ? MLA വേണ്ട, സാധാരണക്കാരൻ പറയുമോ? ഇനി പീഡിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടാ പീഡിപ്പിക്കുമോ? എന്തൊരു ഗതികേടാന്ന് നോക്കണം. കേരളത്തിലെ അവസ്ഥയൊന്ന് പോയി നിൽക്കുന്നത്. ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ പറഞ്ഞ കുറേ ആൾക്കാരുടെ പേര് പറഞ്ഞല്ലോ നേരത്തെ, മന്ത്രിസ്ഥാനം രാജിവെച്ച ആൾക്കാരുടെ. ഇത്രയൊന്നും ആരോപണം വന്നിട്ടില്ല. ഒരാരോപണമാണ്. ഇത് പടപടാന്ന് പറയാണ്. ഏത് ഗർഭിണിയാക്കിയത് മാത്രമല്ല, അതിന് ഗർഭചിത്രം നിർബന്ധിക്കുന്നു. എന്നിട്ട് എന്താ പറയുന്നത്? പിന്നെ ക്വിറ്റ് ചെയ്ത് പോവാണ്. അപ്പോൾ ഈ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെ എന്നൊരക്ഷരം വാ തുറന്ന് മിണ്ടുന്ന കണ്ടോ? ഇതിനെക്കുറിച്ചിട്ട് തീവ്രത ഇളക്കാൻ പോയേക്കാണ്. തീവ്രത ഇളക്കാൻ വേണ്ടിയിട്ട് CPM-നെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതാണ് എന്താണ്? തീവ്രത ഇളക്കുന്ന മിഷനുണ്ടോ അവരുടെ കയ്യിൽ നിന്നാണ് ചോദിച്ചേ. ഇപ്പം കാഠിന്യം ഇളക്കാൻ പോയേക്കാണ്. കാഠിന്യമുള്ള പരാതിയാണ് നിങ്ങൾ നടപടിയെടുക്കുക. എന്താ കാഠിന്യം? ഏത് രീതിയിലാണ് കാഠിന്യം വേണ്ടത്? പീഡിപ്പിക്കുന്ന വീഡിയോ കൊണ്ട് കൊടുക്കണോ? അതാണ് കാഠിന്യത്തിൻ്റെ അളവുകോൽ എന്ന് പറയുന്നത്. ഒരു സ്ത്രീ വന്ന് പറയാണ് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നെ ഹോട്ടൽ മുറിയിലേക്ക് ക്ഷണിച്ചു എന്ന് പറയുന്ന ആരാ? MLA പറയുന്നത്. ഇവരെ ഒരു പരാതി ഉണ്ടെങ്കിൽ പോയി കാണേണ്ട നേതാവ് MLA ആണ്. ഒരു നാട്ടിൽ പ്രശ്നമുണ്ടായി പോയി കാണേണ്ട നേതാവ് MLA ആണ്. ആ MLA-ന്റെ മുന്നിൽ പരാതി കൊണ്ടുപോകുന്ന സ്ത്രീനെ ഹോട്ടൽ മുറിയിലേക്ക് ക്ഷണിച്ചാൽ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. അത് ന്യായീകരിക്കാമെന്ന് പറയാണ്. എന്ത്? ഞാൻ അച്ഛൻ്റെ പ്രായമുള്ള ആളാണ്, അച്ഛനെ പോലെ കണ്ട കുട്ടിയാണതെന്ന് പറയാണ്. അങ്ങനെയാണോ? അച്ഛനെ പോലെ കണ്ട കുട്ടികൾ അങ്ങനെയാണ് പെരുമാറുക? നിങ്ങളുടെ കുട്ടികൾ ആരുടെയും വന്ന് ഇങ്ങനെ ഒരുത്തൻ ഹോട്ടൽ മുറിയിലേക്ക് ചെയ്താൽ നിങ്ങൾ ഇങ്ങനെയാണ് പെരുമാറുക? എന്നിട്ടാണ് അവൻ MLA സ്ഥാനം കൊടുത്ത് ജയിപ്പിച്ചു വിടുന്നത്. എന്നിട്ടാണ് എന്താണ്, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അല്ല അദ്ദേഹം. നോർമലി കോൺഗ്രസ് ഭരണത്തിൽ വരികയാണെങ്കിൽ ആരാ മന്ത്രി? യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഒഴിവാക്കിയിട്ട് മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റുമോ? നോർമലി ചിന്തിച്ചാൽ മതി. ഇപ്പം ഈ വിവാദം പുറത്തു വന്നില്ല, അടുത്ത മന്ത്രിസഭയിലെ മന്ത്രിയാണ് അദ്ദേഹം അല്ലേ? ജയിച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എങ്ങനെ പിന്നെ ഈ പറയുന്നത്? ഇത് ഒരെണ്ണത്തിലല്ല ഞാൻ പറയുന്നത്. ഒരു പീഡന പരാതി വന്നാൽ ഇത്രയധികം പ്രശ്നം ഉണ്ടാവും, ഒരു മെസ്സേജ് പുറത്തു വന്നാൽ ഇത്രയധികം പ്രശ്നം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാത്ത ഒരാളാണോ യൂത്ത് കോൺഗ്രസ് തലപ്പത്തിരിക്കുന്നത്? അങ്ങനെയാണോ? ഈ ചർച്ചകൾ മുഴുവൻ നടക്കുന്നുണ്ടല്ലോ പാലക്കാട്. സെക്കൻഡ് വെച്ച് ഫേസ്ബുക്ക് പോടുന്ന യുവ നേതാക്കന്മാരുണ്ടല്ലോ പാലക്കാട്. സെക്കൻഡ് 24 മണിക്കൂറായിട്ട് പോസ്റ്റ് ഇല്ലല്ലോ. മണിക്കൂർ വെച്ച് പോസ്റ്റ് ഇടും. എന്താ? ബീഹാറിലേക്ക് പോയി. ഒരാളും ഇല്ല. കൂടെ കൊണ്ടു നടന്ന ആൾക്കാർ ആരും ഇല്ലല്ലോ. കൂടെ കൊണ്ട് പരിചയപ്പെടുത്തിയത് ആരെങ്കിലും ഉണ്ടോ? ഒരു വാക്ക് വേണ്ടിയിട്ടില്ല. VT ബൽറാം ഉണ്ടല്ലോ, പോസ്റ്റ് ഇടുന്നത് സെക്കൻഡ് വെച്ച് പോസ്റ്റാണ്. പോസ്റ്റ് വരും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. 24 മണിക്കൂറുകൾ കഴിയുകയാണ്. കേരളത്തിലെ അവസ്ഥ എന്ന് പറയുന്നത് എന്തറിയോ? ഞാൻ പറയുന്നത് രാഷ്ട്രീയം മാറ്റി വെക്കണമെന്നേ. എന്തിനാണ് ഇതിനൊക്കെ രാഷ്ട്രീയം? എനിക്ക് CPM-നോട് പറയേണ്ട കാര്യം എന്താ അറിയോ? നിങ്ങൾ ഇതിനെ ഒന്നും ന്യായീകരിക്കാൻ നിൽക്കരുത്. ഇന്ന് ഗോവിന്ദ മാഷ പത്രസമ്മേളനത്തിൽ ഞാൻ വളരെ മോശമായിട്ട് കാണുന്ന ആളാണ്. അത് ഏത് പാർട്ടി തീരുമാനമെടുക്കുന്നത്? കേരളത്തിലെ MLA ജനങ്ങൾക്ക് പിന്നെ എന്താണ് MLA-ക്കെതിരെ ജനങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റില്ല, അതിന് ശക്തമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടത് CPM എന്ന പാർട്ടിയല്ലേ? ഈ പറഞ്ഞ പിന്നെ പിണറായി വിജയൻ്റെ സർക്കാരല്ലേ? അത് അവർ തീരുമാനിക്കുന്നത്. എന്താ അവർ തീരുമാനിക്കുന്നത്? പാർട്ടിയിലെ പ്രസിഡന്റ് സ്ഥാനം മാറ്റണോ തീരുമാനിക്കുന്ന കാര്യമല്ല. കേരളത്തിലെ MLA രാജിവെക്കണോ വേണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നത്. ഇതുപോലെയുള്ള ആരോപണം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 1, 2, 3 ഒന്നല്ല കേട്ടോ, ഇനി വരാൻ കിടക്കുന്നുണ്ട്. ഒന്ന് മൂളിയിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ടർ TV തന്നെ 3 എണ്ണം കൊടുക്കും. ആ ആൾക്കാരുണ്ടല്ലോ ഇത് കൊടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മളിൽ തന്നെ കൊടുക്കുന്നുണ്ട്. കൊടുത്തോട്ടെ എന്ന് പറഞ്ഞാൽ കൊടുക്കാനൊരു 3 എണ്ണം വേറെ ഇനി ഇരിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കേരളത്തിലെ അവസ്ഥ എന്ന് പറയുന്നത്. ഒരു MLA-നെ കുറിച്ച് പറയുന്നത് ഇപ്പോൾ 3 എണ്ണം വന്നു, അഡീഷണൽ 3 എണ്ണം കൂടെയാണ് പറയുന്നത്. അപ്പം കേരളത്തിലെ MLA-മാർ ഇതിനെ നടപടി സ്വീകരിക്കാൻ പറ്റുന്നുണ്ടോ? MLA-ക്കെതിരെ നടപടി സ്വീകരിക്കാൻ പറ്റുന്നുണ്ടോ? സർക്കാരിന് ഇതിന് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടോ? പ്രതിപക്ഷ പാർട്ടിക്ക് ഇതിന് നടപടി സ്വീകരിക്കാൻ പറ്റും? എന്തിനാണ് എങ്ങനെ ഒരു MLA? 6 മാസം കൂടി ഇല്ല, എന്തിനാ MLA ഇങ്ങനെ ഒരു MLA? ആ പാർട്ടിക്ക് മിണ്ടാൻ പറ്റുന്നില്ലല്ലോ. ഒരു കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടിക്ക് ഏകദേശം 10-40 MLA-മാരുള്ള ഒരു പാർട്ടിക്ക് മിണ്ടാൻ പറ്റുന്നില്ല. ഒരാൾക്ക് പറ്റില്ല. ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു പുതിയ KPCC പ്രസിഡന്റ് അല്ലേ അദ്ദേഹം പോകുന്നത് കണ്ടില്ലേ? ഒന്ന് ആലോചിക്കുക. എന്തെങ്കിലും കുറ്റം ചെയ്ത മനുഷ്യനാണോ? എന്തെങ്കിലും കുറ്റം? ഈ VD സതീശനെ ഞാൻ പറയുന്നില്ല. കാരണം അദ്ദേഹത്തിന് വായിൽ വെള്ളമില്ലാതായിപ്പോയി, സംസാരിക്കാൻ പറ്റുന്നില്ല, ദേഷ്യപ്പെടുകയാണ്. കാരണം ശരിയായിരിക്കും, കാരണം അവർ ചെയ്യാത്ത കുറ്റത്തിന് അവർ ഭാഗവാക്കാക്കേണ്ട അവസ്ഥയാണ് പാർട്ടിക്കുള്ളത്. അതുകൊണ്ട് അവർക്കതിന് പ്രതികരിക്കാൻ പറ്റുന്നില്ല. എന്താ വന്ന് പ്രതികരിക്കുക? ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചു 1, 2, 3 അല്ലല്ലോ വരുന്നത്.
ഒരു പരാതി ഇപ്പം ഞാൻ പറയാം, ഒരു അവിവാഹിതനായ ചെറുപ്പക്കാരൻ ഒരു പ്രണയത്തിൽപ്പെട്ടു, അവർക്ക് ഇടയ്ക്ക് തിരിയേണ്ടി വന്നു, ഒരു പ്രശ്നം ഉണ്ടായി, ശരി, അങ്ങനെയാണെങ്കിൽ ഒരു അവിഹിതം വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നു, ഒരു ഗർഭചിത്രം നടത്തേണ്ടി വന്നു, അതൊക്കെ നമുക്ക് കേൾക്കാൻ ഇത് ചെയ്യാം, കാര്യമല്ലോ. ഒരാൾ നേരിട്ട് പോലും കാണാത്ത ആൾക്കാർക്ക് വാട്സപ്പിൽ കൂടെ ഫോട്ടോ കണ്ടാൽ മതി, മെസ്സേജ് അയക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഒരാളെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും? ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത്? എങ്ങനെയാണ് നടപടി സ്വീകരിക്കേണ്ടത്? എന്നിട്ട് വന്നിട്ട് രാജിവെക്കുന്ന സ്ഥലത്ത് വന്ന് നാടകം കളിക്കുകയാണ് കിടന്നിട്ട്. രാജിവെക്കുന്ന സ്ഥലത്ത് എന്താ നാടകം കളിക്കുന്നത്? നിങ്ങൾ രാജിവെച്ചെന്ന് പറഞ്ഞോ, രാജിവെച്ചോ എന്ന് പറയുന്നത് എങ്ങനെയാ? രാജിക്കത്ത് കിട്ടിയത് ഏത് കിട്ടിയ കേന്ദ്രം അറിയിക്കുകയാണ് നമ്മളോട്, ഇതാ രാജിവെക്കാൻ പറഞ്ഞിട്ടുണ്ട്, രാജിവെക്കുന്നു. എന്നിട്ട് അവിടെ നിങ്ങൾ കൊടുത്തില്ലേ, റിപ്പോർട്ടർ TV കൊടുത്തില്ലേ രാജിവെച്ചു എന്ന് പറഞ്ഞിട്ട്? ഞാൻ രാജിവെച്ചോ? ഇപ്പം 1:35 1:30 ഇതാ ഈ സമയത്ത് ഞാൻ രാജിവെക്കുന്നു. എവിടുത്തെ നാടകം? അവിടെ ഒന്ന് നാടകം കളിക്കുക. പിന്നെ പറയുന്ന കാര്യം എന്താണ്? ഞാൻ തെറ്റ് ചെയ്തതിനല്ല രാജിവെക്കുന്നത്. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പുറത്തുവിട്ട വീഡിയോ വ്യാജമാണ്, പറയണ്ടേ? വ്യാജം പറയാം. ഇതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും, പറയണ്ടേ? എനിക്കെതിരെ പരാതി പറഞ്ഞ പെൺകുട്ടിക്കെതിരെ ഞാൻ കേസ് കൊടുക്കും, പറയണ്ടേ? എനിക്കെതിരെ ആരോപണം ഉന്നയിച്ച ആൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കും, പറയണ്ടേ? പറഞ്ഞിട്ടില്ല. പറയാതെ എന്താ പറയുന്നത്? നിങ്ങൾ നാടകം കളിക്കുകയാണ്. പിന്നെ ചോദിക്കുകയാണ്, ഒരാൾ വന്ന് മറ്റേയാളോട് ചോദിക്കുകയാണ്, അതാ മറ്റേയാൾ അവിടെ ഇരിക്കുന്നില്ലേ മന്ത്രിസ്ഥാനത്ത്? അല്ല ചോദിക്കുന്നത്, ഞാൻ മാത്രമല്ലല്ലോ പീഡകൻ, ഇതാ വേറെ പീഡകനുണ്ടല്ലോ എന്ന് പറയാം. ആരാ പറയുന്നത്? പീഡിപ്പിച്ചത് തന്നെ വന്ന് പറയുകയാണ്. അത് കേൾക്കേണ്ട അവസ്ഥ കേരള കോൺഗ്രസ്സുകാരുണ്ടാക്കി തന്നെയാണ്. ചോദിച്ച് രാജി എഴുതി വാങ്ങിയിട്ട് കേരളത്തിലെ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പറയേണ്ടായിരുന്നോ, ഇതാ ഞങ്ങൾ ഇങ്ങനെ ഒരു ആരോപണം വന്നിട്ടുണ്ട്, ആരോപണത്തിന് പേരിൽ പ്രസിഡന്റ് രാജിവെക്കാൻ പറഞ്ഞിട്ടുണ്ട്, രാജിവെച്ചിട്ടുണ്ട്. ഇതാണ് പറയേണ്ടത്. സിമ്പിളായ ക്വസ്റ്റ്യൻ. അത് ന്യായീകരിക്കാൻ ഇറക്കി വിട്ടേക്കാണ്. ന്യായീകരിക്കുന്നത് എങ്ങനെയാണ്? ന്യായീകരിക്കുന്നത് മുഴുവൻ അവഹേളിക്കുകയാണ്, എല്ലാവരും അവഹേളിക്കുകയാണ്. നിങ്ങളെല്ലാവരും പൊട്ടന്മാർ, ഞാൻ ചെയ്ത വീഡിയോ ഉണ്ടാക്കിയ എന്താണ് പിന്നെ ഈ തെമ്മാടിത്തരം മുഴുവൻ കാണിച്ച ഞാനെന്തോ വലിയ ആള്, നിങ്ങളെല്ലാവരും മണ്ടന്മാർ എന്നുള്ളതാണ്. എന്നിട്ട് ഞാൻ നാളെ രാവിലെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയ സംവിധാനത്തിലും മറ്റുള്ള സംവിധാനത്തിലും ഞാൻ ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങും പിണറായി വിജയനെതിരെ എന്നാണ് പറയുന്നത്, അല്ലേ? അതിന് ന്യായീകരിക്കാൻ ഇറക്കി വിട്ടേക്കാണ്. അത് കേൾക്കാനുള്ള ബാധ്യതയോ അത് കേൾക്കാനുള്ള ശൈലിയോ ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാർ കാണിക്കുന്നേ ഇല്ല എന്നുള്ളതാണ്. എന്നിട്ട് പറയുന്നത് എന്താണ്? ഇനി ഇതിനെക്കുറിച്ച് മറുപടി ഉണ്ടോ? ഇതിനെക്കുറിച്ച് മറിച്ചിട്ടോ? അല്ലെങ്കിൽ ക്ലാരിറ്റിയോട് വന്ന് പറയണം, ഇത് MLA സ്ഥാനം രാജിവെക്കേണ്ട കാര്യം ഇപ്പം ഇല്ല, ഞങ്ങൾ അന്വേഷിക്കട്ടെ. ഒരു മാന്യമായ ഭാഷയിൽ പറഞ്ഞുകൂടെ? ഞങ്ങൾ അന്വേഷിക്കട്ടെ. അപ്പോഴും തീവ്രത ഇളക്കാൻ പോവുകയാണ്. തീവ്രത അളന്നതിന് ശേഷമേ ഞങ്ങൾ ഇതൊക്കെ കൈകാര്യം ചെയ്തു. തീവ്രത ഇളക്കാൻ കേരളത്തിൽ പോലീസുണ്ട്, തീവ്രത ഇളക്കാൻ കേരളത്തിൽ സംവിധാനങ്ങൾ. ഇതാണല്ലോ കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരുന്നത്. CPM കോടതിയാവണ്ട, CPM അന്വേഷിക്കേണ്ട, CPM തീവ്രത ഇളക്കുന്ന മിഷനും കൊണ്ട് നടക്കേണ്ട എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെയല്ലേ? ഇപ്പം എന്താ പറയാൻ പറ്റാത്തത്? ഇപ്പം പറയണം, എൻ്റെ പാർട്ടിയിലും തീവ്രത ഇളക്കുന്ന മനുഷ്യർ ആരും വേണ്ട, അതിന് അന്വേഷിക്കാൻ പോലീസുണ്ട്. ഈ കാര്യം ഞാൻ അറിഞ്ഞ ഉടനെ പോലീസിൽ ഏർപ്പെടുത്തുന്നല്ല വേണ്ടത്. ഒരു അച്ഛൻ്റെ മകളുടെ സ്ഥാനത്ത് നിൽക്കുന്ന അച്ഛനാണ് ഈ കാര്യം അറിയുന്നതെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അത് ഇനി ഒരാൾ ചെയ്യേണ്ടെങ്കിൽ അന്വേഷണ സംവിധാനത്തെ ഏൽപ്പിക്കുകയല്ലേ വേണ്ടത്, അത് പറഞ്ഞ് സെറ്റിലാക്കലല്ലോ വേണ്ടത്. അച്ഛൻ്റെ പോലെയുള്ളൂ, അച്ഛനല്ല കേട്ടോ. ഞാൻ അച്ഛൻ്റെ പോലെയാണ്, അച്ഛൻ്റെ പണി എടുക്കണ്ട, അച്ഛൻ്റെ പോലെ എടുത്താൽ മതി. അതെന്താ അറിയേണ്ടത്? അന്വേഷണ സംവിധാനത്തെ ഏൽപ്പിച്ചു കൊടുക്കണം. ഇങ്ങനൊരു സംവിധാനം കേട്ടിട്ടുണ്ട്, നിങ്ങൾ അന്വേഷിക്കണം എന്നല്ല പറയേണ്ടത്, അതാണ് ചെയ്യേണ്ടത്. പക്ഷേ ചെയ്തിട്ടില്ല. പക്ഷേ എന്താ, ഇനി അതിനെ ന്യായീകരിക്കാൻ നിൽക്കണ്ട. എന്താ ചെയ്യേണ്ടത്? ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കുക. ഇതുകൊണ്ട് തീർന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുക. ഇനിയും നാറി പുളിക്കുണ്ടെങ്കിൽ രാജിവെച്ച് പോകുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സുജയ, ഇത് MLA സ്ഥാനത്തേക്കുള്ള രാജിയിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? ഇത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് തൽക്കാലത്തേക്ക് ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാനായിരിക്കുമോ നീക്കം? കോൺഗ്രസിന്റെ തീരുമാനം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെപ്പിക്കൽ മാത്രമാണ് എന്നതാണ് ഇതുവരെയുള്ള പ്രതികരണങ്ങളിൽ നിന്ന്. അല്ലെങ്കിൽ അത്ഭുതങ്ങൾ എന്തെങ്കിലും സംഭവിക്കണം, 2026 അധികാരത്തിൽ വരാൻ ഞങ്ങൾ വിശുദ്ധരാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു വിശുദ്ധ പ്രഖ്യാപനമാണല്ലോ. MLA സ്ഥാനം എൽദോസ് കുന്നപ്പള്ളിയോടോ M വിൻസെന്റിനോടോ ആവശ്യപ്പെടാത്ത രീതിയിൽ രാഹുലിനോട് ആവശ്യപ്പെടുന്നു. ഞങ്ങൾ വിശുദ്ധരാണ്, നിങ്ങൾ ഇടതുപക്ഷം ചെയ്തില്ലല്ലോ, നിങ്ങൾ M മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടിട്ടില്ലോ, അപ്പോൾ ഞങ്ങൾക്കാണ് ധാർമ്മികത എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ ഒരു വിശുദ്ധ പരിവേഷം UDF-നാകെ സമ്മാനിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, കാരണം ഇപ്പോൾ രാജിവെച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും പാലക്കാട്ട് സംഭവിക്കാൻ പോകുന്നില്ല, ഉപതെരഞ്ഞെടുപ്പ് നടക്കില്ല, മറ്റേതെങ്കിലും ഒരു പാർട്ടി ആ സീറ്റ് എടുക്കുകയുമില്ല, ആ സീറ്റ് വേക്കൻ്റായി കിടക്കുക മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് വരെ. അതുകൊണ്ട് അങ്ങനെ ഒരു വിശുദ്ധ പരിവേഷം സംവിധാനത്തിനാകെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രാജി ചോദിച്ചു വാങ്ങാം എന്നതല്ലാതെ സ്വന്തമായിട്ട് രാജിവെക്കാൻ രാഹുൽ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം MLA സ്ഥാനത്ത് തുടരുക 2026 തെരഞ്ഞെടുപ്പ് വരെ, അതിനുശേഷം ആ സിറ്റിംഗ് സീറ്റ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് നൽകണോ എന്നതാണ് കോൺഗ്രസ് ഇനി ആലോചിക്കേണ്ടത്. ആ സീറ്റ് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരുപാട് പേർ കോൺഗ്രസിൽ തന്നെ ഉണ്ടല്ലോ. പ്രത്യേകിച്ചും തോറ്റ MLA ആയി ആകണമെന്ന് ആഗ്രഹിച്ച
ജയിച്ച് മത്സരിച്ച് തൊട്ടടുത്തുള്ള മണ്ഡലത്തിലൊക്കെ തോറ്റ ആളുകളൊക്കെ നിൽക്കുന്നുണ്ട്. അവരുടെയൊക്കെ പ്രതികരണം വളരെ വൈകിയാണെന്ന് തോന്നി. അല്പം മുമ്പെങ്ങാണ്ടാണ് വന്നതെന്ന് തോന്നുന്നു. കാരണം പെട്ടെന്ന് പ്രതികരിക്കുന്ന ആളുകളൊക്കെ പ്രതികരണം വളരെ വൈകിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ആ പ്രതികരണത്തിനൊക്കെ ഒരു വല്ലാത്ത ഒരു ആലസ്യമൊക്കെ അവരെ ബാധിച്ചിട്ടുണ്ട്. അത് ഞാൻ എപ്പോഴും പ്രതികരിക്കുന്ന വി ടി ബൽറാമിൻ്റെ ഫേസ്ബുക്കൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കിയപ്പോഴത്തേക്കും അതിലൊന്നും ഒരു അനക്കമേ ഇല്ല ഈ ആരോപണങ്ങളൊക്കെ നിൽക്കുമ്പോഴും. കാരണം പെട്ടെന്ന് പ്രതികരിക്കുന്ന ആളുകളൊക്കെ പെട്ടെന്ന് നിശബ്ദരായി പോവുകയാണ്. എന്തോ ഒരു ആലസ്യം അവരെ ബാധിച്ച പോലെ ഒരു ഇതാണ് നമ്മൾ കാണുന്നത്. ഷാഫി പറമ്പിൽ എം പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു എല്ലാമാണ്. രാഹുലിനെ ഇത്രയും വളർത്തിയെടുത്ത ആളാണ് ഷാഫി പറമ്പിൽ. ആ ഷാഫി പറമ്പിൽ എന്തുകൊണ്ട് മിണ്ടുന്നില്ല? ഷാഫി പറമ്പിൽ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ചും രാഹുലിനെ സംബന്ധിച്ചും ആകുമ്പോൾ ആളുകൾക്ക് കുറച്ചും കൂടെ വിശ്വാസം വരുമല്ലോ. കാരണം ഷാഫിക്ക പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറം ഒരു വാക്കില്ലല്ലോ രാഹുലിൻ്റെ കാര്യത്തിൽ. പ്രത്യേകിച്ചും രാഹുലിനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കുന്ന കാര്യത്തിൽ, അതുപോലെ പാലക്കാട് ഷാഫി ഒഴിഞ്ഞ സീറ്റ് അത് രാഹുലിന് തന്നെ കൊടുക്കണമെന്നുള്ള ഷാഫിയുടെ താല്പര്യം അവിടെ വിജയിച്ച ഒരു സാഹചര്യത്തിൽ അങ്ങനെ എല്ലാ സാഹചര്യങ്ങളും ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനായി സൃഷ്ടിച്ചു കൊടുത്ത സാഹചര്യങ്ങളാണ് എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഷാഫിക്ക എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്നൊരു ചോദ്യം എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഷാഫി പറമ്പിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഡൽഹിയിലുള്ളപ്പോൾ അവിടെയും മാധ്യമങ്ങളൊക്കെ ഉണ്ടല്ലോ, കേരളത്തിൽ തന്നെ പ്രതികരിക്കണമെന്നില്ല, ഡൽഹിയിൽ പ്രതികരിക്കാം. പക്ഷേ ഒരു പ്രതികരണവും നമ്മൾ കാണുന്നില്ല. ബാക്കി സണ്ണി ജോസഫ് ആദ്യം വെയിറ്റ് ആൻഡ് സീ എന്ന് പറയുന്നു, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രതികരണം വരുന്നു, വി ഡി സതീശൻ്റെ പ്രതികരണം വരുന്നു, കെ മുരളീധരൻ്റെ പ്രതികരണം വരുന്നു. എന്തുകൊണ്ട് ഷാഫി പറമ്പിൽ പ്രതികരിക്കുന്നില്ല? കാരണം പാലക്കാട്ടെ ജനങ്ങളോട് ഉത്തരം പറയാനുള്ള ഒരു ബാധ്യത അദ്ദേഹത്തിനുണ്ടല്ലോ. കാരണം പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി രാപകൽ അധ്വാനിച്ചത് ഷാഫി പറമ്പിലാണ്, മറ്റാരേക്കാളും. കാരണം അദ്ദേഹത്തിൻ്റെ മണ്ഡലം അത് നിലനിർത്തണം. താൻ 3 ടേമായിട്ട് കയ്യിൽ വെച്ചിരുന്ന മണ്ഡലമാണ്, അപ്പോൾ അത് നിലനിർത്തണം എന്നുള്ള ഏറ്റവും ആഗ്രഹം ഷാഫിക്കായിരുന്നു. എന്നിട്ട് ഇതിൽ ഒന്നും പറയുന്നില്ല. അതേസമയം തന്നെ രാഹുൽ വന്നിട്ട് ഉച്ചയ്ക്ക് നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ്, അതോടൊപ്പം വെല്ലുവിളി ഉയർത്തുകയാണ്. മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ച് നമുക്കൊക്കെ എന്തോ ഒരു അജണ്ടയുണ്ട് എന്ന രീതിയിലാണ് വി ഡി സതീശൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഒക്കെ ഇന്നത്തെ പ്രതികരണങ്ങൾ പോയത്. പക്ഷേ ചോദ്യങ്ങളൊന്നും എടുക്കുന്നില്ല കേട്ടോ. രണ്ടുപേരും ചോദ്യങ്ങളൊന്നും എടുക്കുന്നില്ല. ചോദ്യങ്ങളൊക്കെ തടയുകയാണ്. ആ ചോദ്യങ്ങളൊന്നും വേണ്ട, ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ അങ്ങോട്ട് പറയും, ലൈക്ക് എ ഡിക്റ്റേറ്റർ, അങ്ങനെയാണ് സംസാരിച്ചത്. റിപ്പോർട്ടറിൻ്റെ ചോദ്യങ്ങളൊന്നും വേണ്ട, ചോദിച്ചു കഴിഞ്ഞാൽ. എന്നിട്ട് നമ്മുടെ അരുൺ സോളമൻ വി ഡി സതീശനോട് തിരിച്ച് ചോദിക്കുന്നുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കാതെ പോകാൻ പറ്റില്ല, കാരണം ജനങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണല്ലോ. അതിപ്പോൾ സുരേഷ് ഗോപി ആയാലും രാഹുൽ മാങ്കൂട്ടത്തിലായാലും റിപ്പോർട്ടറിന് ആ ചോദ്യങ്ങൾ ചോദിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്നുള്ളൊരു തിട്ടൂരമൊക്കെ ഇറക്കുന്നത് അവിടെ എന്തായാലും കണ്ടു. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള പേര് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഇപ്പോൾ ഒരുപാട് മനുഷ്യർക്ക് അയാളെ ഇഷ്ടമായിരുന്നു എന്നുള്ളതാണ്. ഞാൻ പാസ്റ്റ് ടെൻസ് ആണ് അവിടെ കോട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം യുവ നേതാവ് എന്ന നിലയിൽ വളരെ പെട്ടെന്നാണ് അയാൾ വളർന്ന് കയറി വന്നത്. ചാനൽ ചർച്ചകളിലൂടെ ആയാലും അതുപോലെ പ്രതികരണങ്ങളിലൂടെ ആയാലും പലപ്പോഴും അയാൾ ഒരു നല്ലൊരു ചിരിയോടുകൂടിയൊക്കെ ആളുകളോട് ഇടപെടുന്നു. അപ്പോൾ വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള, സൗമ്യനായിട്ടുള്ള, എന്നാൽ കൃത്യമായ നിലപാടുകളൊക്കെ പറയുന്ന ഒരു വളർന്നു വരുന്ന ഒരു നല്ല നേതാവ് എന്നൊരു പ്രതിച്ഛായയൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ അയാൾ തന്നെ അത് കൊണ്ടുപോയി കളയുന്ന ഒരു രീതിയിലേക്ക് പിന്നീട് എത്തുന്നതാണ് നമ്മൾ കണ്ടത്. കാരണം പാർട്ടിക്ക് ഒരു മുതൽക്കൂട്ടായി വളരാൻ കഴിയുന്ന കപ്പാസിറ്റിയുള്ള ഒരു ലീഡർഷിപ്പ് സ്കില്ലൊക്കെ ഉള്ള ഒരാൾ പിന്നീട് അത് കൊണ്ടുപോയി കളയുകയാണ്. എന്നിട്ട് ആ തകർച്ച എന്ന് പറയുന്നത് MLA ആയതിനു ശേഷം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊക്കെ അയാളുടെ ഒരു സംസാര ശൈലിയിലെ ഒരു ധാർഷ്ട്യമൊക്കെ എങ്ങനെയാണെന്നുള്ളത് ജനം പിന്നീട് കാണുകയാണ്. അപ്പോൾ നമ്മൾ കണ്ട ഇയാൾ ഇങ്ങനെയല്ലല്ലോ എന്ന ഒരു തോന്നൽ ആളുകളിലേക്ക് വരുന്നത് അവിടെ മുതലാണ്. ഇപ്പോൾ അറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? 4 മാസത്തോളമായി കേരളത്തിൽ സജീവ ചർച്ചയായി നിൽക്കുന്ന വിഷയമാണ്. അതിപ്പോൾ ഇന്ന് അവസാനമായി അവന്തിക ഡോക്ടർ അരുൺകുമാറിൻ്റെ ഡിബേറ്റ് വിത്ത് അരുൺകുമാറിൽ വെളിപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്രത്തോളം മൂല്യച്യുതി നേരിട്ട ഒരു മനുഷ്യനാണ് ഇയാൾ എന്നുള്ള ഒരു ചിന്തയിലേക്ക് കേരളം എത്തുകയാണ്. നമ്മൾ ഈ കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലിരുന്ന് കാണുന്ന ഒരു ടെലിവിഷൻ ചാനലാണ് റിപ്പോർട്ടർ. അതുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പറയുന്നതിന് തന്നെ നമുക്കൊരു തടസ്സം നേരിടുകയാണ്. കാരണം ഇയാൾ ഇത്രത്തോളം അധപ്പതിച്ച ഒരു മനുഷ്യനാണോ എന്ന് തോന്നിപ്പോകും. ഹൂ കെയർസ് എന്നൊക്കെ ചോദിക്കുന്നത് ഏത് വിഷയത്തിലാണ്? അയാളുടെ കുഞ്ഞാണ് എന്ന് അയാൾക്ക് പൂർണ്ണ ബോധ്യമുള്ള ഒരു സ്ത്രീയുടെ കാര്യത്തിലാണ്. അത് അയാൾ അല്ലെങ്കിൽ അത്രയും കെയർ എടുത്ത് ഈ അബോർഷൻ ചെയ്യാനായിട്ടൊന്നും ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അയാൾക്ക് ഒരു പങ്കുമില്ലാത്ത ഒരു കാര്യത്തിലാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ ആ സ്ത്രീയോട് സംസാരിക്കുന്നത് എത്രത്തോളം മ്ലേച്ഛമായ രീതിയിലാണ്. ആ വാക്ക് ഉപയോഗിക്കാനാണ് എനിക്ക് ഈ ഒരു ഘട്ടത്തിൽ തോന്നുന്നത്. അത്രത്തോളം ഒരു വാല്യൂ ഇല്ലാത്ത, ഒരു തരത്തിലുമുള്ള ഒരു മൂല്യങ്ങളും ഇല്ലാത്ത ഒരു മനുഷ്യനായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ എനിക്ക് ആ സംഭാഷണം, ആ ചാറ്റ് കണ്ടപ്പോൾ, ആ പെൺകുട്ടിയുമായിട്ടുള്ള ഓഡിയോ കണ്ടപ്പോഴൊക്കെ എനിക്ക് തോന്നിയത്. അങ്ങനെയുള്ള ഏകയാൾ രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് ബാക്കി എല്ലാവരും മാന്യന്മാരാണ്, അങ്ങനെയൊന്നും കരുതാനും കഴിയുന്ന സാഹചര്യമല്ല. ഇതിനു മുൻപായാലും പല കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പലരുടെയും സ്വഭാവ വൈകൃതങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ പർട്ടിക്കുലർ കേസിൽ ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത കാര്യങ്ങൾ തെറ്റാണ് എന്നത് ആർക്കും കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇവിടെ സ്നേഹത്തിൻ്റെ കടയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വലിയ സ്നേഹത്തിൻ്റെ കട നടത്തുകയാണ്. അതിൽ ആ കടയിലേക്ക് ഒരാളെ മാത്രമല്ല കയറ്റുന്നത്, ഒരുപാട് പേരെ ഒരേ സമയം അയാൾ കയറ്റിയതാണ് അയാൾക്ക് വന്നിട്ടുള്ള വലിയ പാകപ്പിഴ. അതൊരു പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള അയാളുടെ ഒരു വൈകൃതമാകാം. അല്ലെങ്കിൽ അവന്തികയോടൊന്നും ഇങ്ങനെ സംസാരിക്കില്ലല്ലോ. അപ്പോൾ ചില ആളുകളോട് തുടർച്ചയായി ഈ വർഷങ്ങളോളം ഇങ്ങനെയുള്ള ഒരു ബന്ധം സൂക്ഷിക്കുന്നു, ചിലരെ കൃത്യമായി ട്രാപ്പിൽ പെടുത്തുന്നു.
നടത്തുന്നു. ലൈക്ക് എ പ്രെഡേറ്റർ, ഒരു വേട്ടക്കാരനെ പോലെ ഇയാൾ ഹണ്ട് നടത്തുകയാണ്. സ്നേഹത്തിന്റെ കടയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് നിന്നെ മാത്രമേ ഞാൻ സ്നേഹിക്കുന്നുള്ളൂ എന്ന് ഓരോരുത്തരോടും പറഞ്ഞ് അങ്ങനെ ഇവരെല്ലാവരും ആ വലയിൽ ചെന്ന് ചാടി കൃത്യമായി അത് കൊണ്ടുപോകുന്ന, കണ്ടിന്യൂ ചെയ്ത് പോകുന്ന, അങ്ങനെ വിദഗ്ധമായി ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവാം കേട്ടോ. രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാകണമെന്നില്ല, ഞാൻ അയാളെ മാത്രം കുറ്റം പറയുന്നുമില്ല. പക്ഷേ അയാൾ ചെയ്ത കാര്യങ്ങൾ അത് ആ സ്ത്രീകൾക്ക് ഒരു ബുദ്ധിമുട്ടായി മാറിയിട്ടുണ്ടെന്ന് അവർ തന്നെ വന്ന് പറയുകയാണ്. ഇത് മാധ്യമങ്ങളോ അല്ലെങ്കിൽ എതിർ രാഷ്ട്രീയ പാർട്ടിയോ വന്നു പോയി പറയുന്നതല്ല. മറ്റേ ആ കോട്ട് പോലെ സിനിമ ഡയലോഗൊക്കെ വെച്ചുകൊണ്ട് ഈ എതിർ പാർട്ടിക്കാരനെ പെടുത്തിക്കളയാം എന്ന് കരുതി ആരും കൊണ്ടുപോയി ആരോപിക്കുന്നതല്ലോ. ഇദ്ദേഹത്തിന് തന്നെയാണ് ഈ ഗർഭം എന്നുള്ളത് ഇദ്ദേഹം തന്നെ പറയുന്ന സംഭാഷണത്തിലുള്ളതാണ്. അല്ലാതെ ഇപ്പോൾ CPM-നെയാണ് മറുഭാഗത്ത് നിർത്തിയിരിക്കുന്നത്, BJP ആണ് മറുഭാഗത്ത് നിർത്തിയത്. അവരാരും കൊണ്ടുപോയ ഗർഭമൊന്നുമല്ല, ഇത് പുള്ളിയുടെ തന്നെ ഗർഭമാണ് എന്നുള്ളത് ആ സംഭാഷണത്തിൽ വ്യക്തമായിട്ടാണ് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത്. അല്ലാത്ത പക്ഷം അത് തെളിയിക്കപ്പെടട്ടെ, അൺലെസ് അത് പ്രൂവ് ചെയ്യപ്പെടട്ടെ. ആ പെൺകുട്ടിയെ നമുക്ക് വിശ്വാസത്തിലെടുത്തല്ലേ പറ്റുള്ളൂ, കാരണം അവർ ആ സംസാരിക്കുന്ന സംഭാഷണത്തിൽ നിന്ന് അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ കോഴിയുമായിട്ടുള്ള സമരമൊക്കെ നമ്മൾ കാണുകയാണ്, കോഴിയൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സമരമൊക്കെ നടത്തുകയാണ്. അപ്പോൾ നമ്മൾ ഈ കോഴി എന്നൊക്കെ പലരെയും വിളിക്കുന്നതൊക്കെ കേൾക്കാറുണ്ട്, അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒക്കെ ഈ സംഭാഷണ വേളകളിലൊക്കെ കടന്നു വരാറുണ്ട്. പക്ഷേ ഇത് കോഴി എന്നൊന്നും വിളിച്ചാൽ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊന്നും കോഴി എന്നുള്ള ആ ഒരു കാറ്റഗറിയിലൊന്നും പെടുത്തേണ്ട ഒരു കാര്യമൊന്നുമല്ല. കോഴി അല്ല, ഗിരിരാജൻ കോഴി എന്ന് പോലും വിളിക്കാൻ പറ്റില്ല. കോഴിയൊന്നും അങ്ങനെ നമ്മൾ വെറും കോഴിയാക്കി നമ്മൾ, അല്ലെങ്കിൽ ഒരു കോഴിത്തരമാക്കി ഇതിനെ നമ്മൾ കളയാൻ പാടില്ല. ഇതെന്ന് പറയുന്നത് ഇതൊരു ക്രൈമാണ്, ഒരു ക്രിമിനൽ മൈൻഡ് സെറ്റ് ഉള്ള ഒരു മനുഷ്യൻ ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരാളെ ഇപ്പോൾ പ്രണയിക്കുക, അല്ലെങ്കിൽ പ്രണയത്തിൽ നിന്ന് വിട്ടുപോവുക, ഉപേക്ഷിക്കുക, അതൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാകും. പക്ഷേ ഇയാളുടെ ഉദ്ദേശമെന്ന് പറയുന്നത് ലൈംഗികത മാത്രമാണ്. അതിനുവേണ്ടിയുള്ള ഒരു ട്രാപ്പ് ഇയാൾ സെറ്റ് ചെയ്യുകയാണ്. ആ ട്രാപ്പ് എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ കടയാണ്. ആ സ്നേഹത്തിൻ്റെ കടയിലേക്ക് വിളിച്ചു കയറ്റുന്നു, സ്നേഹം കൊടുക്കുന്നു. അതിനുശേഷം ഈ ട്രാപ്പിലേക്ക് പെട്ടുപോകുന്ന പെൺകുട്ടികൾക്ക് തിരിച്ചു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഒരാളെയല്ല, ഒന്നിലധികം പേരെ ഇയാൾ ട്രാപ്പ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ട്രാപ്പ് ചെയ്യാനായിട്ടുള്ള അറ്റംപ്റ്റ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവന്തിക പറഞ്ഞത് എന്താണ്? ഇന്നും അവരെ വിളിക്കുകയാണ്. അവർ ഈ വെളിപ്പെടുത്തിയാലോ എന്ന് ഭയന്നിട്ട് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അയാൾക്ക് ധൈര്യത്തോടെ, ഞാൻ ഇതിൽ ഭയക്കുന്ന ഒരു കാര്യം, ഇന്ന് വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് അയാൾ കാണിക്കുന്ന ആ ഒരു ധൈര്യമുണ്ടല്ലോ, അത് ഒരു ക്രിമിനൽ മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾക്ക് മാത്രമേ ആ ഒരു ധൈര്യം കാണിക്കാൻ കഴിയുകയുള്ളൂ. ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും എൻ്റെ ഇരകളായ ആളുകളാരും പരാതിയുമായി രംഗത്ത് വരില്ല എന്നൊരു ധൈര്യം, അങ്ങനെയുള്ള ഒരു ധൈര്യം, ആ ഒരു ധൈര്യമുള്ള ഒരു മാസ്കുലിൻ ഡെമോൺസ്ട്രേഷനാണ് നമ്മൾ അവിടെ കണ്ടത്. ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഞാൻ പിടിക്കപ്പെടില്ല, അല്ലെങ്കിൽ എൻ്റെ ഈ തെറ്റുകളാരും കണ്ടെത്തില്ല എന്നുള്ള ഒരു ധൈര്യം അയാൾക്കുണ്ട്. പരാതി വന്നില്ലല്ലോ, നിയമപരമായ പരാതികൾ വരട്ടെ, ഞാൻ ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചു എന്നുള്ളതിൽ ആ കുട്ടിയുടെ പരാതി വന്നിട്ടില്ലല്ലോ, അപ്പോൾ പരാതി വരാതെ അത് സെറ്റിൽ ചെയ്യാൻ എനിക്കറിയാം, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള എന്നെ സംരക്ഷിക്കുന്ന ആളുകൾക്ക് അറിയാം. ആ ഒരു പൂർണ്ണ ബോധ്യമുള്ള ആളുകൾക്ക് അങ്ങനെ സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത് നമ്മൾ വെറും ഒരു കോഴിത്തരമായൊന്നും കാണരുത് എന്നുള്ളതാണ് എനിക്ക് നമ്മുടെ പൊതുജനങ്ങളോട്, പ്രേക്ഷകരോട് പറയാനുള്ളത്. ഇതൊന്നും ഒരു കോഴിത്തരത്തിന്റെ കാറ്റഗറിയിൽ വരുന്ന കാര്യമല്ല. ഇയാൾ ഒരു പ്രെഡേറ്ററാണ്. ഒരു പ്രെഡേറ്ററായിട്ട് ഇയാൾ ഇങ്ങനെ ഈ അറ്റംപ്റ്റ്സ്, ഇതിപ്പോൾ പുറത്തു വന്നത് നന്നായി, കൂടുതൽ പേർ ഇരകളാകാതെ പോകുമല്ലോ. അപ്പോൾ ആ ഇരകളാകാതെ പോയവർ, അല്ലെങ്കിൽ ഇരകളാക്കപ്പെട്ടവർ, അവർ തുറന്നു പറയാൻ തയ്യാറാകണം. റിനിക്ക് വന്ന സന്ദേശങ്ങളെക്കുറിച്ച് പറഞ്ഞു. റിനി ആ സന്ദേശങ്ങളൊക്കെ പല ആളുകളോടും പങ്കുവെച്ചു എന്ന് പറയുന്നു. പക്ഷേ അവർ ആ പേരെടുത്ത് പറയാനോ ഒരു നെയിമിങ്ങിലേക്ക് ഒന്നും അവർ പോയില്ല. അപ്പോൾ അവരെ തന്നെ ആക്ഷേപിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതാണ് ഈ സൊസൈറ്റിയിലെ പ്രശ്നം. കാരണം ഒരാൾ ധൈര്യത്തോടെ വന്ന് പരാതി കൊടുക്കാൻ തയ്യാറായാൽ, പുറത്ത് പറയാൻ തയ്യാറായാൽ, അവരെ വേട്ടയാടും. പിന്നീട് ഈ പ്രെഡേറ്റർക്കൊപ്പം നിൽക്കുന്ന ഒരു കൃത്യമായ സംഘടിതമായ ഒരു ശക്തി ഉണ്ടെന്നേ. ആ പ്രെഡേറ്റർക്കൊപ്പം നിൽക്കുന്ന ആ സംഘടിതമായ ശക്തി അതിന് ബലം കൊടുക്കാതെ ഇപ്പുറത്ത് നിൽക്കുന്ന ദുർബലമായ ആ ഒരു സ്ത്രീക്ക്, അല്ലെങ്കിൽ ഒന്നിലധികം സ്ത്രീകൾക്ക്, അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ടത് ആരാണ്? സ്റ്റേറ്റ് ആണ്. നമ്മുടെ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇതുവരെ ഇതിലൊന്നും മറുപടി പറയാത്തത്? മുഖ്യമന്ത്രി ഈ വിഷയം അറിഞ്ഞില്ലേ? ഇത്രയും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന നിയമസഭയിൽ ഒരു സാമാജികനായി ഇരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എതിർപക്ഷത്തുള്ള ആളാണ്, അല്ലെങ്കിൽ രണ്ടു പക്ഷത്തും ഇതേപോലെയുള്ള കേസുകളിൽപ്പെട്ട ആളുകളുണ്ട് എന്ന് പറയുന്നത് ഒരു പൊതുമാനദണ്ഡമാകുന്നത് കേരളത്തിന് നല്ലതല്ല ഉണ്ടാക്കുക എന്നതാണ് ഈ വിഷയത്തിലെ എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഒരു മാസമായിട്ട് ഈ കേസ് എവിടെ, പരാതി എവിടെ എന്നുള്ള പ്രതിരോധമാണ് പ്രധാനമായും തീർത്തുകൊണ്ടിരുന്നത്. യൂത്ത് കോൺഗ്രസിൽ തന്നെ ഇങ്ങനെയുള്ള ഒരു പ്രെഡേറ്ററായ, ഒരു പെണ്ണുപിടിയനായ ഒരാൾ ആ സംഘടനയെ നയിക്കേണ്ടതില്ല എന്നുള്ള അഭിപ്രായം അതിനുള്ളിൽ തന്നെയുള്ള ആളുകൾ പറഞ്ഞു തുടങ്ങിയിട്ടും കുറേ കാലമായല്ലോ. അപ്പോൾ ഇനി ഒരു ക്ലെൻസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധീകരിക്കുക എന്നാണ്. അപ്പോൾ ഒരു ശുദ്ധീകരണമൊക്കെ നടത്താൻ ആരാണ് ഓരോ സംഘടനകളിലും യോഗ്യരായിട്ടുള്ളവരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ സംഘടനയിലുള്ളവർ തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷേ സമൂഹത്തിന് കൊടുക്കേണ്ട ഒരു സന്ദേശമുണ്ട്. ജനപ്രതിനിധിയാകുന്ന ആളുകൾ അറ്റ്ലീസ്റ്റ് ആ ജനപ്രതിനിധിയുടെ അടുത്ത് പരാതിയുമായി ചെല്ലുന്ന സ്ത്രീകളെ പിടിച്ച് റേപ്പ് ചെയ്യുന്നവരാകരുത്. കാരണം ആ രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റുള്ള, ഒരു ക്രിമിനൽ മൈൻഡ് സെറ്റുള്ള, എല്ലാ സ്ത്രീകളെയും ലൈംഗിക ഉപകരണമായി മാത്രം കാണുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ആ ആളുകളെ ഒഴിവാക്കി നിർത്തുന്നതിനുള്ള മാന്യത ഓരോ രാഷ്ട്രീയ പാർട്ടിയും കാണിക്കണം. ഇവിടെ ഈ പർട്ടിക്കുലർ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സ്നേഹത്തിന്റെ കട പാർട്ടി ഇടപെട്ട് ഉടൻ തന്നെ പൂട്ടണം. അതിനുവേണ്ടി നിയമ നടപടിയാണ് എടുക്കേണ്ടതെങ്കിൽ ആ നിയമ നടപടി എടുക്കണം. കൂടുതൽ പേർ ഇതിലേക്ക് വന്ന് വീഴാതിരിക്കാനായിട്ടുള്ള സമീപനമാണ് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം അതാണ്. ഇത് ഈ രാജിയിൽ ഒതുങ്ങരുത് എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന പ്രതികരണത്തിൽ യഥാർത്ഥത്തിൽ ഒരു മാധ്യമപ്രവർത്തക നിലയിൽ എനിക്കൊരു ഭയം കൂടിയുണ്ട്. കാരണം ഒരു പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റ് ആണോ ഇയാൾ എന്ന് സംശയമുണ്ടാക്കുന്ന രീതിയിലാണ് അവന്തികയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. അവന്തികയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: അയാൾ എന്നോട് ചാറ്റ് ചെയ്തപ്പോൾ ആവശ്യപ്പെട്ടത് കേരളത്തിന് പുറത്ത്
എനിക്ക് നിങ്ങളെ ഒന്ന് ബലാത്സംഗം ചെയ്യണം എന്നാണ്, എനിക്ക് നിങ്ങളെ റേപ്പ് ചെയ്യുന്നത് പോലെ ബന്ധപ്പെടണം എന്ന് പറയുന്ന ഒരാൾ കേരളത്തിൻ്റെ നിയമസഭയിൽ ഒരു നിയമസഭാ സാമാജികനായി പാലക്കാട് പോലെയൊരു മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് എങ്ങനെ തുടരും എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ രണ്ടു വ്യക്തികൾ തമ്മിലുള്ള ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധങ്ങളാണ് എന്നിരിക്കട്ടെ, ഗർഭചിത്രം അടക്കമുള്ള വിഷയങ്ങളുണ്ട്, അതിലേക്ക് വരാം. എങ്കിൽ പോലും പക്ഷേ ഇത് നമ്മുടെ പൊതുസമൂഹത്തിന് മുന്നിൽ അത് വാസ്തവമാണെങ്കിൽ, ആ അവന്തിക കോൾ ലിസ്റ്റ് അടക്കമാണ് നമ്മുടെ ചർച്ചയിൽ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റ് ആണോ ഇയാൾ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അങ്ങനെ ഒരാളെ നിയമസഭ അർഹിക്കുന്നുണ്ടോ, പാലക്കാട്ടെ വോട്ടർമാർ അർഹിക്കുന്നുണ്ടോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധം ഒരു ഘട്ടം കഴിയുമ്പോൾ അത് പൊളിയുന്നു, അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസവുമായി മറ്റുള്ളവർ രംഗത്ത് വരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കാം. നമുക്ക് വിൻസെൻ്റ് MLA-യുമായോ PK ശശിയുമായോ അതല്ലെങ്കിൽ എൽദോസ് കുന്നപ്പള്ളിയുമായോ ഒക്കെ മുകേഷ് MLA-യുമായോ ഒക്കെ തന്നെ നമുക്കതിനെ സമീകരിക്കുകയും ചെയ്യാം. പക്ഷേ സമീകരണം സാധ്യമാകാത്ത 2-3 കാര്യങ്ങളുണ്ട്, അത് പറഞ്ഞു തന്നെ പോകണം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യുവ MLA എന്തുകൊണ്ടാണ് ഇന്ന് വളരെ പ്രതിരോധത്തിലാവുന്ന ഘട്ടത്തിലും അദ്ദേഹം നിയമത്തിൻ്റെ പരിരക്ഷയാണ് ആഗ്രഹിക്കുന്നത്? അദ്ദേഹം നിയമത്തിൻ്റെ മറപറ്റി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമായ ഒരു കാര്യം ഈ നിമിഷം വരെയും ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്നാണ് അയാൾ പറയുന്നത്. എനിക്ക് അദ്ദേഹത്തോടും പ്രതിപക്ഷ നേതാവിനോടും പറയാനുള്ള 2 കാര്യങ്ങളുണ്ട്. പ്രതിപക്ഷ നേതാവും ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് റിപ്പോർട്ടർ TVക്ക് ഒരു അജണ്ടയുണ്ടെന്നാണ്. ഉണ്ടെന്നേ. ആ അജണ്ട എന്താണ്? ഇതുവരെയും പ്രതിപക്ഷം പറയുന്നത് അതേപടി വിഴുങ്ങി പ്രസിദ്ധീകരിച്ചിരുന്നൊരു മാധ്യമ സ്ഥാപനത്തെ നിങ്ങൾ കണ്ടു കാണുകയുള്ളൂ. നമ്മളങ്ങനെയല്ല. എല്ലാത്തരം അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെയും ഓഡിറ്റ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ നിലപാട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നതിനോടൊപ്പം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന വീഴ്ചകളും ചൂണ്ടിക്കാണിക്കും. പ്രതിപക്ഷ സ്ഥാനത്താണെന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് പറയുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങുകയല്ല. അതുകൊണ്ട് പറയട്ടെ, സത്യത്തിനും നീതിക്കുമൊപ്പം നിലയുറപ്പിക്കുക എന്നതാണ് റിപ്പോർട്ടർ TVയുടെ അജണ്ട. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോടുള്ള എൻ്റെ 2 ലളിതമായ ചോദ്യങ്ങൾ. ഈ പരാതി വരുന്നത് 3.5 വർഷം മുൻപാണ് എന്ന് റിനി ആൻഡ് ജോർജ് ഇന്നലെ നമ്മളോട് സംസാരിച്ചതാണ്. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള എല്ലാ ഫോറങ്ങളിലും ഈ പരാതി താൻ ഉന്നയിച്ചു എന്ന് റിനി ആൻഡ് ജോർജ് പറഞ്ഞതുമാണ്. ആ പറയുന്ന ഘട്ടങ്ങളിലെല്ലാം എല്ലാവർക്കും ഹൂ കെയേഴ്സ് എന്നൊരു ആറ്റിറ്റ്യൂഡായിരുന്നു എന്നും റിനി ആൻഡ് ജോർജ് പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഇന്ന് സമ്മതിക്കുന്നുണ്ട്, പറവൂരിൽ നിന്നുള്ള ഈ പെൺകുട്ടി, ഒരു പിതൃതുല്യമായ വാത്സല്യമുള്ള ഈ പെൺകുട്ടി തന്നോട് ഈ കാര്യം സൂചിപ്പിക്കുകയും പിതൃതുല്യ വാത്സല്യത്താൽ ഇത് പരിഹരിക്കുകയും ചെയ്തു എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. എന്താണ് സർ അങ്ങ് പരിഹരിക്കാൻ ശ്രമിച്ചത്? PK ശശിയുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായപ്പോൾ അത് പാർട്ടിയുടെ അന്വേഷണ കമ്മീഷൻ അന്വേഷിക്കുന്ന സമയത്ത് അങ്ങയുടെ നിലപാടെന്തായിരുന്നു? പാർട്ടി അന്വേഷിക്കേണ്ട വിഷയമാണോ എന്നായിരുന്നില്ലേ? എന്തായിരുന്നു ഈ പെൺകുട്ടി അങ്ങയോട് പറഞ്ഞത്? നമ്മളോട് പറഞ്ഞത് എന്താണ്? പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് ഒരു സ്വകാര്യ താല്പര്യത്തോടു കൂടി, ലൈംഗിക താല്പര്യത്തോടു കൂടി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഈ പെൺകുട്ടിയെ ക്ഷണിച്ചുവെന്നായിരുന്നില്ലേ നമ്മളോട് പറഞ്ഞത്? പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് ഒരു പെൺകുട്ടിയെ ഒരു ചാറ്റ് ചെയ്ത് ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ അത് BNSൻ്റെ സെക്ഷൻ 79 പ്രകാരം നിലവിലൊരു കുറ്റകൃത്യമല്ലേ? നിലവിൽ ആ കുറ്റകൃത്യം പ്രതിപക്ഷ നേതാവായ താങ്കളോട് ആ പെൺകുട്ടി പറയുമ്പോൾ പിതൃതുല്യമായ സ്നേഹത്തോടു കൂടി കവിളിലൊന്ന് തട്ടി ഇനി കുറുമ്പൊന്നും കാണിക്കരുത് എന്ന് പറഞ്ഞ് വിടലാണോ പ്രധാനപ്പെട്ട കാര്യം? ആ പീഡനത്തിൻ്റെ കാഠിന്യവും തീവ്രതയും അളക്കാൻ പ്രതിപക്ഷ നേതാവിനെ ആരാണ് ചുമതലപ്പെടുത്തിയത്? അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ ആ നിമിഷം അതൊന്നുകിൽ പോലീസിൽ ആ പരാതിപ്പെടണം എന്നുള്ളത് ആ പെൺകുട്ടിയോട് പറയാമായിരുന്നില്ലേ? ഈ വിഷയം വന്നു കഴിഞ്ഞതിനു ശേഷവും ആ പെൺകുട്ടിയുടെ പരാതി ഇതാണെന്നേ, ആ പരാതി ഉന്നയിച്ചതിന് ശേഷവും സ്ഥാനമാനങ്ങൾ കിട്ടി എന്നുള്ളതാണ്. 3.5 വർഷം മുമ്പ് ആ പെൺകുട്ടി പരാതി ഉന്നയിച്ചതിന് ശേഷമല്ലേ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട പദവികൾ ഓരോന്നായി വെച്ച് ഒടുവിൽ പാലക്കാട്ടെ സ്ഥാനാർത്ഥിത്വം തന്നെ താങ്കളടക്കമുള്ള പാർലമെന്ററി പാർട്ടി യോഗം തീരുമാനിച്ച് കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുന്നത്? താങ്കൾക്ക് അവിടെ ഒരു ഒബ്ജക്ഷൻ റേസ് ചെയ്യാമായിരുന്നില്ലേ? ഇങ്ങനൊരു പരാതി ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിലുണ്ട് എന്ന് താങ്കൾ ഏതെങ്കിലും പാർട്ടി ഫോറങ്ങളിൽ പറഞ്ഞിട്ടുണ്ടോ പ്രതിപക്ഷ നേതാവേ? അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ താങ്കൾക്ക് എങ്ങനെയാണ് ഇതിനെ വളരെ ലളിതമായി അതിൽ നൊഴിയാൻ കഴിയുക എന്ന ചോദ്യം പ്രസക്തമാണ്. അതാണ് ചോദ്യം നമ്പർ 1. ചോദ്യം നമ്പർ 2, അങ്ങ് പറഞ്ഞല്ലോ ഇപ്പോൾ വന്നിരിക്കുന്ന വിഷയങ്ങളിൽ മറ്റെന്തെങ്കിലും പരാതികളുണ്ടോ എന്നുള്ളതാണ്. സർ, ഇന്ന് നമ്മൾ പുറത്തുവിട്ടിരിക്കുന്ന ഓഡിയോ ടേപ്പിൽ ഗർഭഛിദ്രത്തിന് വേണ്ടി ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ പെൺകുട്ടിയെ നിർബന്ധിക്കുന്നതിൻ്റെ ശബ്ദരേഖയാണ് പുറത്തു വന്നിരിക്കുന്നത്. BNSലെ സെക്ഷൻ 89 പ്രകാരം ഒരു പെൺകുട്ടിയുടെ അനുമതിയില്ലാതെ ആ പെൺകുട്ടിയുടെ ഭ്രൂണത്തെ നശിപ്പിക്കാൻ ഒരാൾ ശ്രമിച്ചാൽ, ഗർഭഛിദ്രത്തിനൊരാൾ ശ്രമിക്കുകയാണെങ്കിൽ അയാൾക്കെതിരെ 10 വർഷം വരെ തടവിനുള്ള ഒരു കുറ്റകൃത്യമാണത്. ആ കുറ്റകൃത്യം അതൊരു കോഗ്നിസിബിൾ ഒഫൻസായി മാറുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നു. നിലവിൽ അങ്ങനൊരു കുറ്റകൃത്യം ഇയാൾ ചെയ്യാൻ
അല്ലെങ്കിൽ ചെയ്യുന്നത് പോലെ ഒരു തെളിവ് മുന്നിൽ വന്നു കഴിഞ്ഞിട്ടും നിയമപരമായി ഇയാൾ കുറ്റം ചെയ്തിട്ടില്ലെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? ഇതാണ് എൻ്റെ രണ്ടാമത്തെ ചോദ്യം. ഇനി ഏറ്റവും പ്രസക്തമായ കാര്യം, ഇയാൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറിയെന്നാണ്. അതുകൊണ്ട് എന്താ മെസ്സേജ്? അത് എങ്ങനെയാണ് വിശദീകരിക്കാൻ ശ്രമിച്ചത്? യൂത്ത് കോൺഗ്രസ്സുകാരും എന്നെ ന്യായീകരിച്ച്, പാർട്ടിക്കാരും എന്നെ ന്യായീകരിച്ച് സമയം കളയേണ്ടതില്ല, അതുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു എന്നാണ്. അതാണോ പാർട്ടിയുടെ നിലപാട്? ഇത് രാഹുൽ മാങ്കൂട്ടത്തിലെടുത്ത വ്യക്തിപരമായ തീരുമാനമാണെന്ന് ഇപ്പോഴും ആർജവത്തോടെ പറയുന്നുണ്ടോ? നമ്മളുടെ അന്വേഷണത്തിൽ ബോധ്യമായത് എന്താ? ഇത് കൃത്യമായി മുകളിൽ നിന്ന് വന്ന മെസ്സേജ് വളരെ കൃത്യമായിട്ടുള്ളതായിരുന്നു. രാജിവെക്കാതെ രക്ഷയില്ല എന്ന ഘട്ടത്തിൽ ഇത്രയും ആരോപണങ്ങൾ നേരിട്ടിട്ടും രാജിവെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പാർട്ടിയുടെ ചരിത്രം നിങ്ങളെ തിരിഞ്ഞുകൂത്തില്ലേ? ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ സാർ. 1963 ഡിസംബർ മാസത്തിൽ PT ചാക്കോ എന്ന് പറയുന്ന അന്നത്തെ മന്ത്രിസഭയിലെ ഹോം മിനിസ്റ്റർ കൂടിയായിരുന്ന PT ചാക്കോ തൻ്റെ MLA ബോർഡ് വെച്ച കാറിൽ ചങ്ങനാശ്ശേരി വഴി കടന്നു പോകുന്നുണ്ട്. ചങ്ങനാശ്ശേരിയിൽ ഇറങ്ങിയപ്പോൾ ഡ്രൈവറെ വിട്ടു. എന്നിട്ട് അദ്ദേഹം സ്വയം വാഹനം ഓടിച്ചു പോവുകയും ആലുവയിൽ നിന്ന് മറ്റൊരു സ്ത്രീ ആ വാഹനത്തിൽ കയറുകയും തൃശ്ശൂരിൽ പീച്ചിയിൽ അടുത്തു വെച്ച് ഒരു കാളവണ്ടിയിൽ ഇടിക്കുകയും ചെയ്യുന്നു. കാളവണ്ടിക്കാരന് നിസ്സാര പരിക്കേ സംഭവിച്ചുള്ളൂ. ആ വാഹനത്തിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അതും കോൺഗ്രസിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്നതിൻ്റെ പേരിൽ പ്രഹ്ലാദൻ ഗോപാലൻ എന്ന് പറയുന്ന അന്നത്തെ കോൺഗ്രസിൻ്റെ നേതാവ് സത്യാഗ്രഹം കിടന്നിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ നിങ്ങൾ എന്താ ചെയ്തത്? അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നില്ലേ? പാർട്ടിയിൽ അദ്ദേഹത്തിന് പിന്നീട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ പരാജയപ്പെടുത്തിയില്ലേ? ഒടുവിൽ ഹൃദയം പൊട്ടിയല്ലേ PT ചാക്കോ മരിച്ചത്? ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടായിരുന്നോ സാർ? ആ പെൺകുട്ടി ഏതെങ്കിലും ഒരു പരാതി ഏതെങ്കിലും ഒരു നേതാവിനോട് പിതൃവാത്സല്യത്തോടു കൂടി പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു സാർ? PT ചാക്കോ എന്തിനാണ് കോൺഗ്രസിനുള്ളിൽ നിന്ന് ആളുകൾ വേട്ടയാടിയത് സാർ? PT ചാക്കോ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതായി നാളിന്നേ വരെ ചരിത്രത്തിൽ തെളിഞ്ഞിട്ടുണ്ടോ സാർ? ആ കാളവണ്ടി ഓടിച്ച ആൾക്ക് പോലും ഒരു പരിക്കുമില്ലായിരുന്നു എന്നുള്ളത് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമല്ലേ സാർ? എന്നിട്ടും PT ചാക്കോയുടെ രാജി ആവശ്യപ്പെട്ട് ഇന്ത്യയുടെ ഭരണഘടന എഴുതുന്ന ഭരണഘടനാ നിർമ്മാണ സഭയിൽ പോലും അംഗമായിരുന്ന PT ചാക്കോയെ വേട്ടയാടിയ പാർട്ടിയായിരുന്നില്ലേ അന്നത്തെ കോൺഗ്രസ്? അതിൽ നിന്ന് ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് ചോദിക്കുകയാണ്, പിതൃതുല്യമായ വാത്സല്യത്തോടു കൂടി ഞാൻ ആ പരാതി പരിഹരിച്ചു എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ചരിത്രം ഓർമ്മയുണ്ടാകണമെന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഇനി പാലക്കാടുള്ള ഓരോ വ്യക്തിക്കും ഈ MLAയുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് ഭയമില്ലാത്ത സാഹചര്യം ഉണ്ടാക്കണം. ഇന്നിപ്പോൾ അവിടുത്തെ ബസ് സ്റ്റേഷൻ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ മാറ്റി നിർത്തിയപ്പോൾ അവിടുത്തെ മുനിസിപ്പാലിറ്റിയിലെ ഭാരവാഹികൾ പറയുന്നത് ആ പരിപാടിയുടെ ശോഭ കെടും എന്നുള്ളത് കൊണ്ടാണ്. നാണക്കേടല്ലേ സാർ? എങ്ങനെയാണ് ഇനി സ്ത്രീ സൗഹൃദമായൊരു പദ്ധതിയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഭയപ്പാടോടുകൂടിയല്ലാതെ ആളുകൾക്ക് സമീപിക്കാൻ കഴിയുക? അങ്ങനെ ഒരു സാഹചര്യം ഒരു മണ്ഡലത്തിലെ വോട്ടർമാർക്ക് ഉണ്ടാക്കി വെച്ചാൽ അതെങ്ങനെയാണ് ഇനി പരിഹരിക്കാൻ പോകുന്നത് എന്നാണ് നമുക്കറിയേണ്ടത്. പ്രതികരണം ആരുടെയും വന്നിട്ടില്ല കേട്ടോ. AKGയെ കുറിച്ച് അനാവശ്യമായ പലതും എഴുതി പിടിപ്പിച്ചൊരു നേതാവുണ്ടായിരുന്നു, പേര് VT ബൽറാം. 22 വയസ്സുള്ളപ്പോഴാണ് സുശീല ഗോപാലിനെ AKG വിവാഹം കഴിക്കുന്നത്. അന്ന് പ്രത്യേക മമത ഇൻവേർട്ടഡ് കോമയിലിട്ടാണ് AK ഗോപാലനെ എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും വലിയ സമര പോരാളിയെ അന്ന് പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തത്. മിസ്റ്റർ VT ബൽറാം, താങ്കളുടെ സുഹൃത്തായ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭഛിദ്രം നടത്താൻ പെൺകുട്ടിയെ കമ്പൽ ചെയ്തതിൻ്റെ പേരിൽ ഇപ്പോൾ കേരളത്തിന് പുറത്തു വെച്ച് അവന്തിക എന്ന് പറയുന്ന ഒരു ട്രാൻസ് വുമണിനെ ബലാത്സംഗം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത് എന്ത് തരം മമതയായിട്ടാണ് അങ്ങ് രേഖപ്പെടുത്തുക സാർ? ആ ചോദ്യത്തിന് മറുപടി വേണം. പിന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ കൊണ്ടു നടന്ന ഒരാളുണ്ടായിരുന്നല്ലോ, ഷാഫി പറമ്പിൽ MLA, ഷാഫി പറമ്പിൽ MP. ഇപ്പോൾ ഷാഫി പറമ്പിൽ MP ഒരു വാക്ക് കേട്ടോ നിങ്ങൾ? ബീഹാറിലേക്ക് പോയിട്ടുണ്ട്, വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് ബീഹാറിലേക്ക് തിടുക്കത്തിൽ പോയിട്ടുണ്ട് ഷാഫി പറമ്പിൽ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ആളുകൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് ഏതെങ്കിലും ഒരു പാർട്ടിയിൽ മാത്രം നടക്കുന്ന കാര്യമല്ല. പല പാർട്ടിയിലും ഇത്തരത്തിലുള്ള പുരുഷ കേന്ദ്രീകൃതമായ ഒരു ആവാസ വ്യവസ്ഥയുണ്ട്. രാത്രിയായി കഴിഞ്ഞാൽ മൗലൂസെ ജാടയാണോ, ഗ്ലാമർ കൂടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജുകൾ വരും. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങുന്ന ചാറ്റാണ്. ശ്രീലങ്കയിലാണോ, എനിക്കും വരാം കൂടെ എന്നുള്ള മെസ്സേജുകൾ വരും. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങുന്ന ഈ വലവിരിക്കൽ ഒടുവിൽ വലയിൽ കുടുങ്ങുമ്പോൾ മാത്രമാണ് അവസാനിക്കുക എന്നുള്ളതാണ്. ഇതൊരു രാഹുൽ മാങ്കൂട്ടത്തിലെ മാത്രം കഥയല്ല. പക്ഷേ കേരളം ഇതൊരു പാഠമായി എടുക്കണമെന്നാണ് പറയാനുള്ളത്. പലതുകൊണ്ടും നമ്മൾ പഠിക്കുന്നില്ല. പുരുഷ കേന്ദ്രീകൃതമായൊരു പാർട്ടി ഘടനയ്ക്കുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രാജി MLA സ്ഥാനത്തുനിന്ന് വേണോ വേണ്ടയോ എന്നുള്ള കാര്യം അതിന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. ഏതെങ്കിലും തരത്തിൽ യുവജന സംഘടനയുടെ അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്ന ഒരാൾക്ക് MLA ആയി എങ്ങനെ തുടരാൻ കഴിയുമെന്നൊരു ചോദ്യമുണ്ട്. യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിലെ വേണ്ടെങ്കിൽ പാലക്കാട്ടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ വോട്ടർമാർക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെ വേണമോ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. അതിനുള്ള മറുപടി പാർട്ടി തന്നെ കണ്ടെത്തുമായിരിക്കും. പക്ഷേ ഇതിനെയൊക്കെ അതിജീവിച്ച് ഈ പാർട്ടി മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം PR വർക്ക് കൊണ്ടും റീൽസ് കൊണ്ടുമല്ല ഈ പാർട്ടിയെ കെട്ടിപ്പടുത്ത മനുഷ്യർ. ഇപ്പോഴും ആ പാർട്ടിയുടെ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന മനുഷ്യർക്ക് ആത്മാഭിമാനത്തോടു കൂടി തലയുയർത്തി നടത്താനുള്ള ഒരു അന്തരീക്ഷം നിങ്ങൾ
സംജാതമാക്കണം. അതിന് ഇതേപോലെയുള്ള നേരത്തെ എന്താ വാക്ക് പറഞ്ഞത്, ഗിരിരാജൻ കോഴി എന്ന്, ഒരുപക്ഷെ ഒട്ടകപ്പക്ഷിയെപ്പോലെ തലതാഴ്ത്തിയിരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇന്നലെ ഗിരിരാജൻ കോഴിയായിരുന്നെങ്കിൽ ഇന്ന് ഒട്ടകപ്പക്ഷിയെപ്പോലെ തല താഴ്ത്തി നിൽക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ചില ട്രോളുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. രാജിക്കാര്യം പറയാൻ നേതാക്കൾക്ക് പേടിയാണത്രേ. രാജിക്കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആ രാജിയുടെ നമ്പർ ചോദിക്കും എന്നാണ് ട്രോളുകളിൽ വന്നിരുന്നത്. പൂജയ്ക്ക് പോയാലോ എന്ന് ചോദിച്ചാൽ ഏത് പൂജ, പൂജയുടെ നമ്പർ എവിടെ എന്ന് ചോദിക്കുമെന്നാണ് പറയുന്നത്. ആ അവസ്ഥയിലേക്ക് പരിഹാസ്യമായ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു MLA ഇനി പാലക്കാടിന് വേണോ എന്നുള്ളൊരു ചോദ്യം കൂടി പ്രസക്തമാണ്. ഇതിന് ഉത്തരം കണ്ടെത്തേണ്ടത് ആ പാർട്ടിയാണ്. ആ പാർട്ടിയിൽ ആത്മാഭിമാനത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം മനുഷ്യരുണ്ട്. യൂത്ത് കോൺഗ്രസിൽ നല്ല ചൂടോടുകൂടി ഈ കാര്യങ്ങളോട് വിശദീകരിക്കുന്ന, ഈ പറയുന്ന ഒരു തരത്തിലുള്ള അഴുക്കും പറ്റാതിരിക്കുന്ന നേതാക്കളുണ്ട്. അഭിജിത്തിനെ പോലെ എത്രയോ നേതാക്കൾ യൂത്ത് കോൺഗ്രസിലുണ്ട്. ആരുടെയും പെട്ടിയെടുപ്പുകാരായിട്ട് മാത്രമല്ല, പാർട്ടിയിൽ കാര്യങ്ങൾ വിശദീകരിച്ച് കാര്യങ്ങളിൽ വളരെ സമർത്ഥമായി ഇടപെടാൻ കഴിയുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ നിങ്ങളെപ്പോലെ PR വർക്ക് ചെയ്യാനൊന്നും കഴിയുന്നുണ്ടാവില്ല, റീലുകളൊന്നും ചെയ്യുന്നുണ്ടാവില്ല, രാത്രിയിൽ ഇതേപോലെ മെസ്സേജുകളിട്ട് ആരെയും വലയിൽ കൊടുക്കുന്നുണ്ടാവില്ല. പക്ഷേ ആത്മാഭിമാനത്തോടു കൂടി പണിയെടുക്കാൻ കഴിയുന്ന യൂത്ത് കോൺഗ്രസിലെ നിരവധി പ്രവർത്തകർ നമ്മുടെ ഇടയിലുണ്ട്. അവരിൽ ഈ പാർട്ടി പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തരുത്. ഈ പറയുന്ന ന്യായീകരണങ്ങൾ വഴി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് രാജിയിൽ ഒതുങ്ങുമോ എന്ന ചോദ്യത്തിന് രാജിയിൽ ഒതുങ്ങരുത് എന്നതാണ് എൻ്റെ അഭിപ്രായം. രാജിയിൽ ഒതുങ്ങുമോ എന്ന് ചോദിക്കുന്നു. ഒരാളുടെ അഭിപ്രായം യെസ്, 3 പേർ നോ. Meet the editors.